ഹലോ അങ്ങനെ ഹീറോ ESL 7ാം സീസണിലെ 7ാമത്തെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് മത്സരം. എനിക്കറിയാം എല്ലാവരും നിരാശയിലാണ്. കാരണം നമ്മൾ ലീഡ് എടുത്തൊരു മത്സരമായിരുന്നു. ആദ്യ പകുതിയിൽ 2 ഗോളിന് മുമ്പിലെത്തി വിജയം ഉറപ്പിച്ച ഒരു സമയമായിരുന്നു. അവിടെ നിന്ന് രണ്ടാം പകുതിയിലോട്ട് വരുമ്പം 90 മിനിറ്റുകൾക്ക് ശേഷം അവര് 2 ഗോൾ അടിക്കുകയും 2-2 എന്നൊരു നിലയിലോട്ട് എത്തുകയും നമ്മളൊരു ഫ്ലിങ് അവസ്ഥയിലോട്ടാണ് കളി പോയത്. ഏതായാലും ഒരു ആരാധകൻ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞു തന്നെ തുടങ്ങാം. പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഒരു ലൈനപ്പ് തന്നെയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് കോച്ച് മനസ്സിലാക്കി ആ പൊസിഷനുകളിൽ ഓരോ മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ വരുത്തിയത്. ആ മാറ്റങ്ങളൊക്കെ തന്നെ മത്സരത്തെ ഇമ്പാക്ട് ചെയ്യുന്ന മാറ്റങ്ങൾ തന്നെ ആയിരുന്നു. ഇപ്പം നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 4 മാറ്റങ്ങളായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഇലോണിൽ വന്നത്. റൈറ്റ് ബാക്ക് ആയിട്ട് നമ്മളെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച പ്രശാന്തിന് പകരം നമ്മുടെ നിഷു കുമാറാണ്. വളരെ മികച്ച പ്രകടനമായിരുന്നു നിഷു കുമാറിൽ നിന്ന് വന്നത്. ആ ഒരു റൈറ്റ് വിങ്ങിൽ അല്ലെങ്കിൽ റൈറ്റ് വിങ് ബാക്കിൽ അദ്ദേഹം കറക്റ്റ് ഒരു പെർഫെക്റ്റ് ഒരു മെച്യൂർഡ് പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ മാറ്റവും മൂന്നാമത്തെ മാറ്റവും നമ്മുടെ വിങ്ങർമാരായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച നൗറം അതുപോലെ തന്നെ ഋതിക് കുമാറിന് പകരം സെയ്ത്യാസൻ അതുപോലെ തന്നെ പ്യൂട്ടിയ തുടങ്ങിയ താരങ്ങളായിരുന്നു വലതും ഇടതും വിങ്ങിൽ കളിച്ചത്. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാറ്റമായിരുന്നു സഹലിന് പകരം നമ്മുടെ രോഹിത് കുമാർ വരുന്നത്. സഹലിന്റെ കാര്യം കോച്ച് കിബുവിക്കോണ പറഞ്ഞത് സഹൽ ഈ ഒരു മത്സരത്തിൽ ഫിസിക്കലി ഫിറ്റ് ആയിരുന്നില്ല അല്ലെങ്കിൽ ഫിസിക്കലി റെഡി ആയിരുന്നില്ലെന്നാണ് മത്സരശേഷം പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി അടുത്ത മത്സരത്തിൽ സഹൽ കാണുമെന്നും പറഞ്ഞു. എന്തായാലും സഹലിന് പകരം വന്ന രോഹിത് കുമാർ വളരെ ഇംപ്രസീവ് പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു യങ് ടാലന്റിൽ നിന്ന് വന്നത് ഒരു പെർഫെക്റ്റ് ബോക്സ് ടു ബോക്സ് താരമായിരുന്നു. ഡിഫൻസിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും ഉള്ളൊരു ഓടി നടന്ന് കളിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടച്ചസ് നോക്കുകയാണെങ്കിൽ കാണാം ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഈ മത്സരത്തിലോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചേഞ്ചസ് ആണ്. വളരെ പോസിറ്റീവോട് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ചസിനെ നോക്കിക്കാണാം. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ പ്രീ മാച്ചിൽ സംസാരിച്ചൊരു പോയിന്റ് ആണ്. അതായത് ഏത് ടീമാണോ തുടക്കത്തിൽ അറ്റാക്ക് ചെയ്തൊരു ഗോൾ നേടുന്നത് ആ ഒരു ടീമിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ളത്. അത് നമ്മൾ ഇരു ടീമുകളും തുടക്കത്തിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് 4ാമത്തെ മിനിറ്റിൽ തന്നെ നമുക്ക് ആ ഒരു ഗോള് നോർത്ത് ഈസ്റ്റിനെതിരെ നേടാൻ സാധിച്ചു. അത് നമ്മുടെ ക്യാപ്റ്റൻ സിഡോയിൽ നിന്നാണ്. ഒരു സെയ്ത്യാസൻ സിംഗിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. സിഡോയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ബെസ്റ്റ് ഒരു ഹെഡർ ആയിരുന്നു. ഗോൾ കീപ്പറിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു കിടിലൻ ഗോളായിരുന്നു. ആ ഒരു ഗോൾ വന്നതിന് ശേഷവും അടുത്തൊരു പോസിറ്റീവ് ഫാക്ടർ ആണ്. ആ ഒരു ഗോൾ വന്നതിന് ശേഷവും വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. നിരവധി അവസരം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൂപ്പറിന് കിട്ടിയതായിരുന്നു. 22ാം മിനിറ്റിൽ സിഡോ നൽകിയ ഒരു അസിസ്റ്റ് ആയിരുന്നു. അത് പക്ഷേ പോസ്റ്റിലിന്റെ മുമ്പിൽ ഗോളി മാത്രം ഉള്ളപ്പോൾ അത് അടിച്ച് മണ്ടയ്ക്കൂടെ കളിയായിരുന്നു. ഹൂപ്പർ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആദ്യത്തെ ഒരു 30 മിനിറ്റ് നമ്മുടെ ടീം വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു. അവസാനം ഫസ്റ്റ് ഹാഫ് 1-0 എന്നൊരു അവസാനിക്കും എന്ന് തോന്നിയ നിമിഷത്തിലാണ് നമുക്കൊരു പെനാൽറ്റി ലഭിക്കുന്നത്. പ്യൂട്ടിയെ ഫൗൾ ചെയ്തതിനാണ് ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. ഒരു കോർണർ കിക്കിൽ നിന്ന് വന്നൊരു ബോളായിരുന്നു. കോസ്റ്റയുടെ ബാക്ക് ടു ബാക്ക് ശ്രമങ്ങൾ അവസാനം അത് പ്യൂട്ടിയെ അടിക്കാൻ വരുന്നു. പ്യൂട്ടിയെ പുറകിൽ നിന്ന് ഫൗൾ ചെയ്തെന്നാണ് റെഡി വിളിച്ചത്. പക്ഷെ അതൊരു പെനാൽറ്റി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. പേഴ്സണലി അതെനിക്കൊരു റോങ് ഗോൾ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും അതൊരു പെനാൽറ്റി ആയിട്ട് കലാശിച്ചു. നമ്മുടെ ഗ്യാരി ഹൂപ്പർ എന്ന് പറയുന്ന താരം അത് വളരെ മികച്ച രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു. അങ്ങനെ 2-0 എന്നൊരു അപ്പർ ഹാൻഡ് നേടാൻ നമുക്ക് സാധിച്ചു. അടുത്തൊരു എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ടീമായിട്ട് കളിച്ചു എന്നുള്ളതാണ്. അതൊരു 90 മിനിറ്റ്സും കാണാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും എക്സ്പെഷ്യലി തുടക്ക സമയത്തോ അല്ലെങ്കിൽ ഒരു ആദ്യ പകുതിയിൽ നമ്മുടെ ടീം ഒരു ടീമായിട്ട് കളിച്ചു. മോർ ദാൻ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമ്മുടെ ടീമായിട്ട് കളിച്ചു എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ജെല്ലപ്പും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിച്ചു. 1-to-1 പാസസ് ആണെങ്കിലും ഒക്കെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ തുടക്ക സമയത്ത് നമ്മുടെ ടീം വലത് വിങ്ങിലാണെങ്കിലും ഇടത് വിങ്ങിലാണെങ്കിലും സെന്റർ കൂടെ ആണെങ്കിലും പ്രോപ്പറായിട്ട് മാറി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മികച്ച ടീം വർക്ക് തന്നെ ആയിരുന്നു ആദ്യ പകുതിയിൽ കാണാൻ സാധിച്ചത്. ഇപ്പം റൈറ്റ് വിങ്ങിൽ കളിച്ച പ്ലേയേഴ്സ് തമ്മിലും നല്ലൊരു കോമ്പിനേഷൻ കാണാൻ സാധിച്ചു. ഇപ്പം നമ്മുടെ നിഷു കുമാർ ആണെങ്കിലും അതുപോലെ രോഹിത് ആണെങ്കിലും സെയ്ത്യാസൻ ആണെങ്കിലും ആ ഒരു നല്ല രീതിയിൽ ആ ഒരു റോയിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിച്ചു. അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല അടുത്ത മത്സരങ്ങളിലും ഇതിലും മികച്ച രീതിയിൽ നമ്മുടെ ടീമായിട്ട് കളിക്കുന്നത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ടീമിന്റെ നമ്മുടെ ഒരു പോസിറ്റീവ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇനി അതവിടെ നിർത്തിയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു ലീഡ് എടുത്ത് 2 ഗോൾ ലീഡ് എടുത്തതിന് ശേഷം എവിടെയാണ് നമുക്ക് പിഴച്ചത്, നമുക്ക് എവിടെയാണ് തെറ്റിപ്പോയത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ രണ്ടാം പകുതിയിലോട്ട് വരുമ്പം 2 ഗോളിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതലും ആ ഒരു ഗോളിൽ സേഫ് ആയിട്ട് കളിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. കുറച്ചും കൂടി ഡിഫെൻസീവ്ലി ആണ് കളി നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഡിഫെൻസീവ്ലി കളിച്ചപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഒപ്പോണന്റ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റ് അത് നല്ല രീതിയിൽ തന്നെ അത് പ്രഷർ ചെയ്ത് നമ്മളിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് മിസ്റ്റേക്ക് വരുത്താൻ ശ്രമിച്ചിരുന്നു. ഗോമസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ രണ്ടാം പകുതിയിൽ കുറച്ച് മിസ് പാസസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിച്ചു. അത് നോർത്ത് ഈസ്റ്റ് മുതലെടുത്ത് തുടരെ അറ്റാക്കുകൾ നേടുകയും തുടരെ അവർ കോർണറുകൾ നേടുകയും അങ്ങനെ ആ ഒരു ബാക്ക് ടു ബാക്ക് കോർണറുകൾക്ക് ഒടുവിലാണ് നമ്മുടെ ആദ്യ ഗോൾ നോർത്ത് ഈസ്റ്റ് നമുക്കെതിരെ നേടുന്നത്. അവരുടെ സ്ട്രൈക്കറായുള്ള കസിയ അപ്പിയായിലൂടെയാണ് ഒരു ഗോള് വന്നതും. അങ്ങനെ ആ ഒരു ഇതാണ് നമ്മൾ രണ്ടാം പകുതി കുറച്ചും കൂടി ഡിഫെൻസീവ്ലി കളിക്കാനാണ് ശ്രമിച്ചത്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കിയാലും നമുക്ക് കാണാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച രോഹിത് കുമാർ നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ടൊക്കെ ബോൾ സപ്ലൈ ചെയ്യുന്ന ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് അവിടെ വന്നത് ജീക്സൺ സിംഗ് ആണ്. അപ്പം കൂടുതലും കളി ഡിഫെൻസിലാണ് നടക്കുന്നത്. അവിടെ നിന്ന് ഡിഫെൻസിൽ നിന്ന് ബോൾ മിഡിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ബോൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു താരത്തെയാണ് അവിടെ മിസ് ചെയ്തത്. അതുപോലെ കളിയിൽ ഉടനീളം നല്ല രീതിയിൽ കളിച്ച ക്യാപ്റ്റൻ സിഡോയ്ക്ക് വരാൻ ഫാക്കുണ്ടോ പെരേരയും വന്നു. പക്ഷേ ഫാക്കുണ്ടോ പെരേരയ്ക്ക് നിർഭാഗ്യവശാൽ ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ ഈ ഒരു മത്സരത്തിൽ നമ്മളെ പിൻപോട്ട് വലിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈബോളിലെ പ്രശ്നങ്ങളാണ്. ഇതിപ്പം ഫ്രീ കിക്ക് അല്ലെങ്കിൽ കോർണർ കിക്കിൽ ആണെങ്കിൽ പോലും ഹൈബോൾ വരുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാൻ ടു മാൻ മാർക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്ലിയറൻസ് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാണാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ടാണ് ആദ്യത്തെ ഗോൾ വന്നത്. അത് ആൽബിനോ ഗോമസിന്റെ ഒരു പൊസിഷനിങ്, അതുപോലെ ആൽബിനോയും കോസ്റ്റയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാനുള്ള നമ്മുടെ താരങ്ങളുടെയൊക്കെ ഒരു മിസ്റ്റേക്ക് ആണ് അത് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇതാണെങ്കിലും അതും ഗോളാണെങ്കിലും അതും ഒരു ഹൈബോൾ ആയിരുന്നു. അപ്പം ഹൈബോളിൽ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സെറ്റ് പീസും കാര്യങ്ങളും ഒക്കെ വരുമ്പം ടീം ഒന്ന് ഷേക്ക് ആവുന്ന കാണാം. ആദ്യ മത്സരത്തിലും നമ്മൾ അത് കണ്ടതാണ്. ഇപ്പം ആ ഒരു കാര്യം നമുക്ക് എന്തായാലും വരുന്ന മത്സരങ്ങളിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറേ ഗോളുകൾ നമുക്ക് വഴങ്ങേണ്ടതായിട്ട് വരും. സോ ഹൈബോളിലും അതുപോലെ തന്നെ സെറ്റ് പീസ് സിറ്റുവേഷനിലും കുറച്ചും കൂടി ഒരു ഉഷാറായിട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സീസണിൽ അധികം ഗോൾ വഴങ്ങാതെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഓപ്പൺ പ്ലേയിൽ നമ്മുടെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മത്സരം നമ്മൾ ഓവറായിട്ട് നമുക്ക് അധികം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നിരാശയാണ് എങ്കിൽ പോലും രണ്ടാമത്തെ മത്സരമേ ആയിട്ടുള്ളൂ. ഈ മത്സരത്തിൽ നമുക്ക് കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു പോയിന്റ് നേടി, 2 ഗോളുകൾ നേടി, ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് അടുത്ത മത്സരത്തിലോട്ട് പോകാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തെ കണ്ട് ഇനി നമുക്ക് ഓവറായിട്ട് എന്താണ് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിശകലനം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. കാരണം പുതിയ ടീമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സമയം കൊടുക്കുക പരിശീലകന്. ഈ ഒരു മത്സരത്തിലെ പോസിറ്റീവ്സ് മാത്രം കാണുക. എന്നാൽ കോച്ചിങ് ടീമിനെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും അടുത്ത മത്സരത്തിലോട്ട് പോവുക. ആരാധകൻ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു മത്സരത്തിലെ പോസിറ്റീവ്സ് മാത്രം കാണുക. എന്തായാലും നമുക്ക് ഈ ഒരു മത്സരത്തിൽ നമ്മുടെ റഫറിമാരെ പറ്റി പറയാൻ നമുക്ക് ഈ ഒരു മത്സരം അവസാനിപ്പിക്കാനേ പറ്റത്തില്ല. വളരെ പൂവർ റഫറിങ് ആയിരുന്നു. എന്താണ് ആ റഫറിമാർ കാഴ്ചവെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് അനുകൂലമായിട്ട് വിളിച്ചതാണെങ്കിലും നമുക്ക് പ്രതികൂലമായിട്ടാണെങ്കിലും നമുക്കെതിരെ വന്ന ആ ഒരു പെനാൽറ്റി അതൊരു പെനാൽറ്റി ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതൊരു പെനാൽറ്റി എങ്ങനെ വിളിച്ചത് എനിക്ക് പേഴ്സണലി കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. എന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരു ഓഫ് സൈഡ്, ഒരു ക്ലിയർ ഓഫ് സൈഡ് ആയിരുന്നു. അവരുടെ സില്ല എന്ന് പറയുന്ന താരം കറക്റ്റ് ഒരു ഓഫ് സൈഡ് തന്നെ ആയിരുന്നു. മികച്ച രീതിയിലുള്ള ഒരു ഡിഫെൻഡിങ് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അത് അറിയത്തില്ല എന്തുകൊണ്ടാണ് ആ ഒരു റെഫറി അതൊരു ഓഫ് സൈഡ് വിളിക്കാഞ്ഞത്. അതുപോലെ പല അവസരങ്ങളിലും റോങ് കോള് നടത്തുകയും കാറിന് ആവശ്യമില്ലാതെ പുറത്തെടുക്കുന്നതൊക്കെ കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഗോമസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലീൻ ഒരു ടാക്കിൾ ആയിരുന്നു. ബോളിനെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്തൊരു ടാക്കിൾ, അതിന് വരെ ഫൗള് വിളിക്കുന്ന കാഴ്ചയാണ്. ഒരു തീരെ നിലവാരമില്ലാത്ത റെഫറിങ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാച്ചിനെ ആ ഒരു റെഫറിങ് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു കളിയെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. വരുന്ന മത്സരങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യൻ റെഫറിങ് ഇമ്പ്രൂവ് ആവണം. ഇല്ലെങ്കിൽ ലീഗിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കളിയെ തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത്. സോ അടുത്ത മത്സരത്തിലെങ്കിലും ഈ ഇന്ത്യൻ റഫറിമാരുടെ ഇങ്ങനത്തെ എത്രയും ഒരു തെറ്റായിട്ടുള്ള കോളുകൾ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. സ്റ്റാറ്റുകളിൽ നമുക്ക് പൊസിഷൻ നോക്കുമ്പോൾ 52% പൊസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു ഉള്ളത്. ആ ഒരു 52 തുടക്ക സമയത്താണ് നമ്മൾ കൂടുതലും പൊസിഷൻ വെച്ച് കളിക്കുന്നത് കണ്ടത്. എന്നാൽ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിന്റെ താരങ്ങളുടെ കാലിൽ തന്നെയായിരുന്നു ബോൾ ഉണ്ടായിരുന്നത്. അതുപോലെ പാസസ് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 383 പാസസും നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് 371 പാസസും ആയിരുന്നു. പാസിംഗ് ആക്യുറസിയിലോട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്
ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് 75%, നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്ന് 74% പാസിംഗ് ആക്യുറസി. ഷോട്ട് ഓൺ ടാർഗറ്റിലോട്ട് വരുമ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ്, അത് രണ്ടും ഗോളായിട്ട് കലാശിച്ചു. നോർത്ത് ഈസ്റ്റ് 4 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന്. ടച്ചസും ഇന്റർസെപ്ഷനും കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുൻപിട്ട് നിന്നപ്പോൾ ക്രോസസിന്റെ കാര്യത്തിലും കോർണേഴ്സിന്റെ കാര്യത്തിലും നോർത്ത് ഈസ്റ്റ് ആണ് മുമ്പിൽ നിൽക്കുന്നത്. കോർണേഴ്സിന്റെ എടുത്തു പറയേണ്ട ഒരു ഫാക്ട് ആണ്, 9 കോർണറുകളാണ് അവർക്ക് ലഭിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് മറുവശത്ത് ഒരെണ്ണം മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങൾക്ക് യെല്ലോ കാർഡും കിട്ടിയിരുന്നു. രോഹിത് കുമാറിന് അതുപോലെ തന്നെ സേത്യാസൻ സിംഗിനും യെല്ലോ കാർഡും ലഭിച്ചിരുന്നു. പേഴ്സണലി എന്റെ ഒരു ടോപ്പ് പ്ലേയേഴ്സ് ഈ ഒരു മത്സരത്തിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 ഈ സെർജിയോ സിഡോഞ്ച. ഒരു ക്യാപ്റ്റന്റെ പ്രകടനം വളരെ മികച്ച രീതിയിൽ കളിച്ചു. അതിപ്പം ഗോൾ സ്കോറിംഗിലാണെങ്കിലും ഹോൾഡ് ചെയ്യുന്നതിലാണെങ്കിലും ഡിഫെൻഡിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത്. പേഴ്സണലി ഈ ഒരു മത്സരത്തിൽ സിഡോ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, എങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന പെർഫോമൻസ് വാസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്ലെയർ ആണ്. അതുപോലെ തന്നെയാണ് ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു പ്ലെയർ ആണ് രോഹിത് കുമാർ. മികച്ച പെർഫോമൻസ്, ഇത്രയും പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ മത്സരത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല ഇംപ്രസീവ് പെർഫോമൻസ് ആണ്. നല്ല ഒരു അദ്ദേഹത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു റോള് കീ ആയിരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എന്നെ ഇംപ്രസ് ചെയ്ത 3ാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ സേത്യാസൻ സിംഗ് ആണ്. സേത്യാസന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് ആണ്. ഞാൻ അദ്ദേഹത്തെ ഈ ഒരു മാച്ചിൽ കാണാൻ ആഗ്രഹിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു കളിയിൽ ഉടനീളം കാഴ്ചവെച്ചത്. ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രീ കിക്ക് ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കോർണറും നല്ല മികച്ച രീതിയിൽ തന്നെ വന്നു. റൈറ്റ് വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞ മത്സരത്തെക്കാളും നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. 4 എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാരിയർ തന്നെയാണ് അദ്ദേഹം. എതിർ ടീം താരങ്ങളെ ഫിസിക്കലി നേരിടുന്നതാണെങ്കിലും മെന്റലി ആണെങ്കിലും അതുപോലെ അവരെ മാൻ ടു മാൻ മാർക്കിങ്ങിലാണെങ്കിലും ഒക്കെ മികച്ച രീതിയിലായിരുന്നു. അതുപോലെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സോളോ റണ്ണും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിച്ചു. ഈ ഒരു 4 പേരാണ് പേഴ്സണലി എന്റെ ഒരു ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓവറായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം 2ാമത്തെ മത്സരം മാത്രമേ ആയിട്ടുള്ളൂ. സമയം എടുക്കും, എല്ലാ ആരാധകരും അത് മനസ്സിലാക്കണം. 2ാമത്തെ മത്സരം ആയിട്ടുള്ളൂ, എങ്കിലും നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിരാശ എന്ന് പറയുന്നത് ആ ഒരു ലീഡ് എടുത്തതിന് ശേഷം പിമ്പോട്ട് പോയതാണ്. എന്തായാലും തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ കളി പോലും കാണാതെ ടീമിനെ ഇത് പഴയ ടീമാണ് അല്ലെങ്കിൽ മോശം കളിയാണ്, കളി പോലും കാണാതെ ട്രോളാൻ വരുന്നവരോടൊക്കെ ജസ്റ്റ് മാറി നിൽക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ തിരിച്ചു വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഈ ഒരു മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിലെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അടുത്ത മത്സരത്തിൽ ഉടനീളം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഈ ടീമിൽ നല്ല പ്രതീക്ഷയുണ്ട്. തോറ്റാലും ജയിച്ചാലും ആ ഒരു മഞ്ഞക്കടലിനോടൊപ്പം നമ്മൾ എന്നും ഉണ്ടായിരിക്കും, എന്നും യെല്ലോ കൂടെ ഉണ്ട് മഞ്ഞപ്പട. ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു മഞ്ഞപ്പട ടീം സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ നന്ദു, സൈനിങ് ഔട്ട്.